ഇനി അതായിരിക്കില്ല, അന്തരം വളരെ ഭീകരമായിരിക്കും. അത് നമുക്കൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ വളരുകയും വേറൊരു വിഭാഗം ആൾക്കാർ അങ്ങ് പുറകിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പറയാറുണ്ടോ, എൻ്റെ ബിസിനസ് മോശമാണ്, ജോലി മോശമാണ്, എപ്പം വേണമെങ്കിലും ജോലി പോകാം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടെക്നോളജി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വിച്ചിങ് ഓവറാണ്. ഇത് സ്വിച്ച് ചെയ്ത് ഇത് ഒരു വളരെ പെട്ടെന്നായിരിക്കും. പണ്ടത്തെയൊക്കെ ഒരു പക്ഷേ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾ കൊണ്ടാണെങ്കിൽ ഇന്ന് വളരെ കണ്ണടച്ച് തുറക്കുന്ന സമയത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മളാരും പ്രതീക്ഷിക്കാതെ ചെയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പം UPI ട്രാൻസാക്ഷൻ തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കൊറോണയുടെ വന്നതിന് ശേഷം ഒരു 10 വർഷമെങ്കിലും നേരത്തെയാക്കി ഈ ചേഞ്ചസ്. അതായത് കൊറോണ ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിനെ ഒരു 10 വർഷം മുമ്പോട്ട് എത്തിച്ചു. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും തന്നെ ഗൂഗിൾ പേയും സാധനങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നൊരു പക്ഷേ വേറെ മറ്റു പല രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വരും നമ്മളാരും പ്രതീക്ഷിച്ചാണോ? ഇന്നിപ്പോൾ ഒരാൾ നമ്മളൊരു ഫോൺ എടുക്കാൻ നമ്മുടെ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ആ കൂടി അപ്സെറ്റ് ആവുന്നുള്ളൂ. വീട്ടിൽ നിന്ന് പേഴ്സ് എടുക്കാൻ മറന്നു പോയെന്ന് വെച്ചോ ഒന്നും ആരും പണ്ടത്തെ പോലെ കിടന്ന് ഭയപ്പെടുന്നില്ല. കയ്യിലൊരു ഫോൺ മാത്രം മതി, എവിടെ ഇരുന്ന് എങ്ങോട്ടും പൈസ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് അത് മതി. നമ്മളാരും ഇതുപോലെ ഉപയോഗിക്കുന്ന ആരെങ്കിലും വിചാരിച്ചിട്ട് തുടക്കത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മുടെ അക്കൗണ്ട് ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്താൽ നാളെ അതാരെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകുന്നൊക്കെയുള്ള ഭയം സാധാരണ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇന്ന് ഈ ടെക്നോളജി ഉപയോഗിക്കാത്ത ആൾക്കാരെ എല്ലാം ഇന്ന് അങ്ങനെ ഒരാൾ ഒരു ഗൂഗിൾ പേ പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. ഫുട്പാത്തിലിരിക്കുന്നവർക്ക്, ഈവൻ നമ്മൾ ധർമ്മം മേടിക്കാൻ വരുന്നവർ പോലും അവർ നേരെ കാണിക്കുന്ന കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കാണിക്കുന്നത് ഇതാണ്, അതിൻ്റെ QR കോഡ് കാണിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ പല അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഈ ഹുണ്ടി അതിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് ഗൂഗിൾ പേ ചെയ്യാം. അല്ലെങ്കിൽ കിട്ടുകയില്ല, കാരണം അവിടെ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടെക്നോളജിയിലേക്ക് വന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ടെക്നോളജി മാറുന്ന കാലത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, വേറൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ അതിലേക്ക് വരാതിരുന്നാൽ നാളെ നമ്മൾ വളരെ പുറകിൽ പോകും. പണ്ടുണ്ടായിരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുറകിൽ പോയാലും മുമ്പിൽ കയറാനുള്ള സ്കോപ്പെങ്കിലും ഉണ്ടായിരുന്നു, അല്ല തിരിച്ചവരുടെ കൂടെ എത്താനായിട്ട് ഏതെങ്കിലും തരത്തിൽ സ്കോപ്പ് ഉണ്ടായിരുന്നു നോക്കാം. ഇനി അതായിരിക്കില്ല, അന്തരം വളരെ ഭീകരമായിരിക്കും. അത് നമുക്കൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ വളരുകയും വേറൊരു വിഭാഗം ആൾക്കാർ അങ്ങ് പുറകിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ കറൻസിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മൾ പണ്ട് ക്രയവിക്രയം ബാർട്ടർ സിസ്റ്റമായിരുന്നു, ഒക്കെ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതിനുശേഷം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് സാധനം വാങ്ങുന്നപ്പോൾ തന്നെ ഒരു വലിയ പുരോഗമനമായിട്ട് ആൾക്കാർ വിചാരിച്ചിരുന്നു. അതിനുശേഷം സ്വർണ്ണം, വെള്ളി, ചെമ്പ് പോലത്തെ നാണയങ്ങളൊക്കെ വന്നു. അതിനുശേഷം കറൻസി നോട്ട് ഇറങ്ങി. അപ്പോഴും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ മുൻ തലമുറയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഈ പേപ്പർ കഷ്ണത്തിനൊക്കെ ഇത്രയും വിലയുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം അതാണ് നമ്മളെപ്പോലുള്ള നമ്മുടെ ജനറേഷനുള്ളവർക്ക് പലർക്കും അതാണ് അറിയാവുന്നത്. ഇതിൻ്റെ അടുത്ത വെർഷനാണ് ബിറ്റ്കോയിനും അല്ലെങ്കിൽ ക്രിപ്റ്റോ പോലത്തെ സംഭവങ്ങൾ. കാരണം ഇന്ന് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഈ ക്രിപ്റ്റോയും ഇതുമൊക്കെ വന്നിട്ടുള്ളത്. കാരണം ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണെന്ന് വേറെ ആർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിന് മാത്രം കോൺഫിഡൻഷ്യലായിട്ട് അത് സൂക്ഷിക്കാനായിട്ടും അത് സേഫായിട്ട് സൂക്ഷിക്കാനായിട്ടും പറ്റും. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്. സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണെന്ന് ഈസിയായിട്ട് ഗവൺമെൻറ്റിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഇന്നത്തെ അവസ്ഥ. അത് മാറി ഡീസെൻട്രലൈസ്ഡ് ആകുന്ന ഒരു ലെവലാണ് പുതിയ കറൻസിയുടെ കാര്യങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് വളരെ പുറകിലേക്ക് പോകുന്ന കാണാൻ പറ്റും. കാരണം മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറച്ച് മതി എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. ഇതിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനും വരാനും തയ്യാറാകുന്ന ആൾക്കാർക്ക് വലിയ ഫ്യൂച്ചറും ഉണ്ടാവും. ഇതിനെ അകന്ന് നിൽക്കുന്ന, ഇതിനോടൊരു അവേർഷൻ കാണിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ അങ്ങ് പുറകിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് പഠിക്കുക. ഇതിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം ത്രെട്ടുകളല്ല. ഇത് ത്രെട്ടുകളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇതിനകത്ത് ത്രെട്ടുകൾ മാത്രമായിരിക്കും പറയുന്നത്. ഇതൊന്നും ത്രെട്ടല്ല, ഇതുകൊണ്ട് അവസാനിച്ചു, ഇവിടം വരെ ഉള്ളൂ, ഇനിയൊരു പുരോഗമനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാ മേഖലയിലും ഇപ്പം നമുക്കിത് പുതിയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഒരു 2 വർഷം കഴിഞ്ഞോ അല്ല 5 വർഷം കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ന്യൂസേ ആയിരിക്കില്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ ആരെങ്കിലും വിചാരിച്ചു നമ്മൾ ഫോൺ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും നടത്തുമെന്ന് നമ്മൾ ആരെങ്കിലും ഒരു 10 വർഷം മുമ്പ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല നമുക്ക്. ഇതുപോലെ തന്നെ ഇതൊരു 4-5 വർഷം കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയില്ല. ഇത് അവസാനമാണെന്നും വിചാരിക്കാൻ പറ്റിയാൽ ഇനിയും പുതിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും അതിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ അതിൻ്റെ മുമ്പേ ആദ്യം ഇറങ്ങുന്നവരാണ് അതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ റിച്ച് നാളത്തെ പൂറും, ഇന്നത്തെ പൂവർ നാളത്തെ റിച്ചും ആവാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റിയല്ല. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.